ഇവിടെ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി വന്നത് പുതിയ ഒരു സംഘടിപ്പത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് മുഴുവൻ ഇവിടുത്തെ ചോദ്യം, ഈ ആളുകൾ തുറന്നനുസരിച്ച നമസ്കാരത്തിന് പ്രതിഫലം പങ്കലാണ്. അത് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറുപക്ഷത്തെ അതിലെ ആൾ കടക്കില്ല. ഒന്ന്, പിന്നെ ഈ കുടുംബത്തിന്റെ പ്രശ്നമായാണ്. ഈ കുടുംബത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുക എന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നത്. അതാണ് വിഷയം. പിന്നെ കാവ്യാനെ തിരിച്ചറിയാൻ എന്താണ് തെളിവെന്നാണ്. അത് തെളിവ് കാര്യങ്ങൾ കുറച്ചൊക്കെ അന്വേഷണം മനസ്സിലാവും. സത്യവും അസത്യവും തിരിച്ചറിയാൻ എന്താണ് മാർഗം എന്നുള്ളത് വിശുദ്ധ ഖുർആനും പ്രവാചകനെയും പഠിക്കുന്ന അത് മനസ്സിലാവും. അതത്രയുള്ളൂ. പിന്നെ തുല്യപ്പടി നമ്മൾ നേരത്തെപ്പടി നടന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ചെറുപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ചെറുപ്പിനെ അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ടാണ് നമ്മൾ അവിടെ തുറന്നിരിക്കുന്നത്. മറുപക്ഷം സ്വയം ചെറുപ്പ് ചെയ്യുന്നവരാണ് എന്ന് സ്വയം അംഗീകരിക്കുന്നുവെങ്കിൽ അവർ നിങ്ങൾ തുറന്നിരിക്കില്ല. നിങ്ങൾക്ക് ചെറുപ്പ് ചെയ്യാമെന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തുറന്നിരിക്കില്ല. നിങ്ങൾക്ക് ഞാൻ വാദമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സമർപ്പിച്ചാൽ മതി. ഞാൻ തുറന്നിരിക്കാൻ പരിപാടിയില്ല. പിന്നെ ഇവർ അർത്ഥം ഞങ്ങൾ തിന്നുന്നത് അത് പുതിയ വിഷയം കൊണ്ടുവരാണ്. ഇവരെ അർത്ഥം മാത്രമല്ല, ഇവരുടെ കിതാബുകൾ പറഞ്ഞത് നായ അർത്ഥം വരെ തിന്നാണ്. അപ്പൊ നായ അർത്ഥം വരെ തിന്നാമെന്ന് പഠിപ്പിക്കുന്ന കിതാബുകൾ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർ അർത്ഥം തിന്നാൻ നമ്മൾ മനസ്സിലാക്കിയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. അതും ഞങ്ങളുടെ ആരോഗ്യവുമായും ഞങ്ങളുടെ സ്വന്തം ദീനുമായും ബന്ധപ്പെട്ടതാണ്. അതിന് മറുപക്ഷത്തിന് വേവലാതിയും ബന്ധമുണ്ടാവേണ്ടതില്ല എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർ ചുരുക്കം വിഷയങ്ങളൊക്കെ ഇതിലേക്ക് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവർക്ക് വേറൊരു ദീനാണ്. ഇവർക്കൊക്കെ തുടർന്നസ്കരിക്കുന്ന ഞങ്ങളാണ്, മാതൃപ്രവർത്തന അത് ഞങ്ങളാണ്. ഇവർക്കൊക്കെ ഇവർക്ക് സ്വന്തം. അപ്പൊ അള്ളാഹുവും റസൂലിന്റേതുമായിട്ട് ഇവരുടെ ദീനിന്റെ യാതൊരു ബന്ധമല്ല. പിന്നെ പറഞ്ഞതെന്താ, കാദിയാനിയെ തിരിച്ചറിയാൻ പ്രയാസങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ മതിയെന്ന. എന്നാ ഈ കുതുബിയതർക്കം വല്ലാക്കാനെ കുറിച്ച് കുറച്ച് അന്വേഷിച്ചാൽ പോലെ അന്വേഷിച്ചാൽ മനസ്സിലാവേ. കാദിയാനിയെ കുറിച്ച് നടത്തുന്ന അന്വേഷണത്തിലൂടെ കാദിയാനിയാണെന്ന് മനസ്സിലാക്കുമെങ്കിൽ കുതുബിയത്ത് നടത്തുന്ന ഇമാമ് അല്ലെങ്കിൽ കുതുബിയത്ത് നടത്തുന്ന മുഅദ്ദിൻ, പള്ളിയുടെ മുക്രി, അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവൂലേ? ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലത്. മാത്രമല്ല, ഞാൻ പ്രൊഫഷനുള്ള അടയാളം പറഞ്ഞല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഒരു വല്ലാക്ക പറഞ്ഞതിന്റെ അർത്ഥം ഇയാൾ മുജാഹിദ് പള്ളിയുടെ ഇമാമോ മുജാഹിദ് പള്ളിയുടെ മുക്രിയോ ആണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇക്കാമത്ത് കൊടുക്കുകയില്ല. അപ്പൊ അങ്ങനെ ഒരു മുഅദ്ദിൻ അല്ലെങ്കിൽ ഒരു ഇമാമ് ഇക്കാമത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് സുന്നിപ്പള്ളിയാണ്, ഇവിടുത്തെ ഇമാമ് സുന്നിയാണ്. സുന്നിയാണെന്ന് പറഞ്ഞാൽ കൊല്ലം നിർബന്ധമായ വ്യക്തിയാണ്. കൊല്ലം നിർബന്ധമായ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ്, മുശ്രിക്കാണ്. അയാള് 1000 വട്ടം 4000 വട്ടം 10000 വട്ടം കാഫിറാകുന്നവരാണ്. ഇങ്ങനെ 10000 വട്ടമൊക്കെ കാഫിറാകുന്ന ആളുകളെ തുടർന്ന് കേട്ടാൽ പ്രതിഫലം കിട്ടുമെന്ന് ചോദിക്കുമ്പോ മൗലവി പറയുന്നത് ഞങ്ങളെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ, കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ എന്ന ചോദ്യത്തേക്ക്. പക്ഷേ സുഹൃത്തെ, നിങ്ങളുടെ പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സാധാരണമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് നൂറുകണക്കായ ആളുകൾ കേരളത്തിൽ നിരക്കത്തിൽ പോകാൻ തുനിയുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. ഇത് ഇസ്ലാമിന്റെ പ്രശ്നമാണ്, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണ്. ഈ ഒരു കുടുംബത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഇപ്പോൾ ഒരുമിച്ച് കൂടിയത് ഈ കുടുംബത്തിന്റെ പേരിലാണെങ്കിലും ഈ കുടുംബത്തിലുള്ള വ്യക്തികളുടെ സംശയത്തിന്റെ പേരിലാണെങ്കിലും ഈ പ്രശ്നം ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ഇസ്ലാമിക ശരീരത്തുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ ബേജാറ് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ബേജാറില്ല. നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ നൂറുകണക്കായ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കൊല്ലം നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്, മുസ്ലിംകളാണെന്ന് പറയുന്നുണ്ട്, കാവലുകളാണെന്ന് പറയുന്നുണ്ട്. ചെറുക്ക് ചെയ്യുന്നവരെ ആണെന്ന് അവർ വിശ്വസിക്കുന്നവരെ തുറന്നനുസരിക്കുന്നുണ്ട്. അവർക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നത് ബാധ്യത തന്നെയാണ്. അതിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കൂടിയിട്ട് നിങ്ങൾക്കെന്താ, ഞങ്ങൾക്ക് ഒരു കഴിഞ്ഞിട്ട് നിങ്ങൾക്കെന്താ. ഇത് വാസ്തവത്തിൽ ഒരു തീരെ അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ വളരെ ദുർബലമായ ഒരു വിശദീകരണം മാത്രമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഇതിന്റെ നിയമം എന്താണ്. അപ്പൊ അത് എനിക്ക് പ്രതിഫലം കിട്ടോ, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടോ, അതിനെക്കുറിച്ചല്ല. ഇസ്ലാമിന്റെ ഇതിനായതാണ് ഞങ്ങൾ പറയുന്നു. ചെറുക്ക് ചെയ്യുന്നവർക്ക് നമസ്കരിക്കാൻ പാടില്ല, ചെറുക്ക് ചെയ്യുന്നവർക്ക് നമസ്കരിക്കാൻ പാടില്ല. പ്രതിഫലം കിട്ടൂല മാത്രമല്ല, നിസ്കാരം സ്വഹിയാവുക പോലുമില്ല, ആ നിസ്കാരം പാടുപോവുക പോലുമില്ല ചെറുക്ക് ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ചെറുക്ക് ചെയ്യാമെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഞാൻ വ്യക്തമായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ ചെറുക്ക് എന്ന് നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ ഭാഷയിലല്ല, ഞങ്ങളുടെ ഭാഷയിൽ അത് ചിന്താന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുമ്പോ, തിരുസുന്നത്ത് അംഗീകരിക്കുമ്പോ, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ചര്യ അംഗീകരിക്കുമ്പോ ആ കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് ശിർക്ക് എന്ന് പറയുക? അപ്പൊ ഒരിക്കലും ഞങ്ങളത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളത് ശിർക്കാണെന്ന് പറയുന്നു. പിന്നെ പറഞ്ഞത് അത് മുസ്ലിയാക്കന്മാരായിരുന്ന ആൾക്കാർ എഴുതിയതാണ്, ഞങ്ങൾക്ക് ബാധകല്ല. കേരള നിയമസഭയുടെ പ്രസിഡന്റ് എഴുതിയത് നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ, കേരള നിയമസഭയുടെ പ്രസിഡന്റ് അംഗീകരിച്ച നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് നിങ്ങൾക്ക് ബാധകമാവുക? അപ്പൊ തീർച്ചയായിട്ടും ഇനി ഞാനത് ചോദിക്കട്ടെ, അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ യാ റൗഫു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഞാനത് വിളിക്കുന്നു. അങ്ങനെ വിളിക്കാമെന്ന് വാദിക്കുന്നവൻ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ അങ്ങനെ വിളിക്കാമെന്ന് വാദിക്കുന്നു. എന്നെ തുടർന്ന് നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടുമോ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടി വല്ലതുണ്ടെങ്കിൽ അങ്ങനെ പറയണം. അപ്പൊ പറയും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടിയ നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ പ്രശ്നമല്ല, സമുദായത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് പിന്നെ അവര് ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് സ്വയം മതിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആ ആവശ്യം പറഞ്ഞു. നിങ്ങൾക്ക് ശിർക്ക് ചെയ്യാമെന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തുടർന്ന് നമസ്കരിക്കില്ല. നമസ്കാരത്തിൽ ശിർക്കില്ലാത്തതുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളെ ഞങ്ങൾ തുടർന്ന് നമസ്കരിക്കുന്നു. പിന്നെ ഇതിൽ ഒരു മുൻ മാതൃകയില്ലതാണ്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഇമാമായ മനുഷ്യൻ മുഹ്രി ഷെയ്ഖിനെയോ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളെയോ വിളിച്ചു പ്രാർത്ഥിച്ചൊരു മാതൃകയില്ല. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഇമാം റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ള ഒരിക്കലും മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള പോലെയുള്ള അക്കാലത്ത് ഇമാമുകളുടെ കയ്യിൽ അങ്ങനെ പ്രശ്നവുമില്ല. എന്നാൽ പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാരായി രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾ ശിർക്കിനെ ന്യായീകരിക്കുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ശിർക്ക് ചെയ്യാമെന്ന് വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ തള്ളിക്കളയുന്നു. അതേ സമയത്ത് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവസ്ഥവശാലോ അവർ ശിർക്ക് വന്നു പോകുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ ചെയ്യുകയാണ് അവരെ ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ അവർ നമസ്കരിക്കുന്നതിന് പ്രതിഫലം ലഭിക്കില്ല എന്ന് വിശ്വാസം ഞങ്ങൾക്കില്ല. ഇത് ഞങ്ങളുടെ വാദം. ഞങ്ങൾ ആ വാദം പിന്നെ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല പിന്നെ ഇവിടെ ഞാൻ കൂടി ചോദിച്ചു, ഈ നമസ്കാരം ഉപേക്ഷിക്കൽ കുഫ്റാണ് എന്ന് റസൂൽ അറിയിച്ചു. എന്നാൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ കാഫിറായിക്കൊണ്ടുകൊണ്ട് അവരെ നമസ്കരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ വിധി പറയേണ്ടതെന്ന് വിധി പറഞ്ഞിട്ടില്ല. കാരണം പല പള്ളികളിലും ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകൾ വരെ പലപ്പോഴും നമസ്കാരം ഉപേക്ഷിക്കാറുണ്ട്. ആ നമസ്കാരം ഉപേക്ഷിക്കൽ കുഫ്റാണ് എങ്കിൽ ആ കുഫ്റായിരിക്കുന്ന കാര്യം നിർവഹിച്ചതിന്റെ പേരിൽ ഭാഷാപരമായി അവർ കാഫിറാണല്ലോ. ആ കാഫിറെ തുറന്ന് നമസ്കരിക്കാമോ ഇല്ലയോ എന്ന് ഇവരും പറഞ്ഞില്ല. കാരണം എന്താ? അത് ചിലപ്പോൾ അവരവന്റെ ഭക്ഷണം പുറത്തുകൊണ്ട് മാത്രമാണ്. ഇതാണ് വിഷയം. അപ്പൊ അതിനാൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ വ്യക്തമായി പറയുന്നു, ശിർക്ക് ചെയ്യാം എന്ന് വാദിക്കുന്ന ആളുകളെ ഞങ്ങൾ തുറന്ന് നമസ്കരിക്കില്ല. റസൂലുള്ളാഹിയുടെ പിന്നെ പ്രവാചകത്വ സമാപ്തിയെ അംഗീകരിക്കാത്തവരെ ഞങ്ങൾ തുറന്നു നമസ്കരിക്കില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും ശിർക്ക് ചെയ്യാതെ നമസ്കരിക്കുകയും ചെയ്യുന്ന ഇമാമിനെ ഞങ്ങൾ തുറന്നു നമസ്കരിക്കുന്നു. ഇത് തന്നെയാണ് ഞങ്ങളുടെ നയം. ആ നയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കാരണം പിന്നെ ഒരേ ഉത്തരങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗം. അപ്പൊ ഓഡിയൻസിന് മനസ്സിലായി. പിന്നെ ഇപ്പൊ ഈ ഭാഗത്ത് അവസാനം പറഞ്ഞ മറുപടിയില് ഈ ശിർക്ക് ചെയ്യുന്ന ഇമാമിന്റെ നിസ്കാരം ചെയ്യാവൂല. അതാണ് ഈ ചോദ്യത്തിന് ചെറിയ അപാകതയുണ്ട്. കാരണം ശിർക്ക് ചെയ്യുന്ന ഇമാമിന്റെ നിസ്കാരം ശരിയായെങ്കിലല്ലേ പ്രതിഫലം കിട്ടുന്നത്. ഈ ചോദ്യം ഒരു ശരിയായ ചോദ്യം എന്താണെന്ന് എന്റെ അഭിപ്രായം. കാരണം നിസ്കാരം ഒന്നും ചെയ്യാം പിന്നെ അങ്ങനെ പ്രതിഫലം കിട്ടാൻ ശിർക്ക് ചെയ്യുന്നവരുടെ നിസ്കാരം ചെയ്യാവൂലല്ലോ. അതുകൊണ്ട് ഈ ഇത് ചോദ്യത്തേക്ക് അവസാനിപ്പിക്കാം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അടുത്ത ചോദ്യം മുജാഹിദ് വിഭാഗം പഴയ ചോദ്യം. വാപ്പ മൗലൂദുകളും അദ്ദാദുകളും പോലെയുള്ളവ ചൊല്ലുന്നത് വഴി ശിർക്ക് ആരോപിക്കപ്പെടുന്ന മക്കൾ വാപ്പാന്റെ സ്വത്തുക്കളോ സമ്പത്തുകളോ അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ശറയിൽ അനുവദനീയമാണോ?